കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ് എന്നുള്ള വിവരം കൂടി ഇഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മധുസൂദൻ മിസ്ത്രയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയും തലസ്ഥാനത്ത് യോഗം ചേരുന്നുണ്ട്. രാവിലെ 10:00-ക്കാണ് യോഗം നടക്കുക. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയിലെത്താനാണ് ഇപ്പോൾ നീക്കം. ഡാന്, ഇന്നത്തെ എപ്പോഴേക്ക് ഇപ്പോൾ നമ്മൾ ഈ സതീഷിന്റെ പൊതുയാത്ര അവസാനിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ആയിരുന്നു വിവരം നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി വൈകുകയാണ്. തർക്കങ്ങൾ ബാക്കിയുണ്ടോ? എന്താണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയ പട്ടികയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സ്റ്റേജ്? ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നതേയുള്ളൂ. ലീഗിന്റെ കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ടെങ്കിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുള്ള ചർച്ച കൃത്യമായി ഒരു ധാരണയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി രണ്ടാം ഘട്ട ചർച്ച ഇനി നടക്കാൻ പോകുന്നേയുള്ളൂ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി അവർ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട 10 സീറ്റ് എന്ന ആവശ്യം അത് നേതൃത്വം ഏത് തരത്തിൽ ഇനി പരിഗണിക്കും. അതോടൊപ്പം ഏറ്റുമാനൂർ ഇടുക്കി സീറ്റുകൾ അത് ഒരുപക്ഷെ ഏറ്റെടുത്തേക്കും കോൺഗ്രസ് എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് പൂഞ്ഞാർ സീറ്റും ഏറ്റുമാനൂരും വെച്ചുമാറാനുള്ള സാധ്യതകളിലേക്ക് കൂടി നേതൃത്വം ചർച്ചകൾ വഴിതിരിച്ചുവിട്ടത്. പക്ഷേ അതിലൊന്നും കൃത്യമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ സീറ്റുകൾ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കാനുള്ള ഒരു താൽപര്യം കേരള കോൺഗ്രസിനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വം പറയുന്ന മറുപടി. പക്ഷേ അങ്ങനെ ചില ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസുമായുള്ള സീറ്റ് ചർച്ച കൂടി അന്തിമമാക്കിയതിനു ശേഷം മാത്രമേ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ അന്തിമഘട്ടത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് സ്ക്രീനിംഗ് കമ്മിറ്റി കടക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം മധുസൂദൻ മിസ്ത്രയുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തലസ്ഥാനത്ത് വെച്ച്. അതോടൊപ്പം KPCC ആസ്ഥാനത്ത് വെച്ച് പൊതുയോഗയാത്ര അവസാനിച്ചതിന് പിന്നാലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ നേരിൽ കണ്ട് ഈ അവസാനവട്ട ചർച്ചകളിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും തർക്കങ്ങളുള്ള ചില സീറ്റുകളുണ്ട്. തിരുവനന്തപുരത്ത് അടക്കം തർക്കങ്ങളുള്ള ചില മണ്ഡലങ്ങളുണ്ട്. അവിടെ അടക്കം ഒരു ധാരണയിലേക്ക് എത്തുന്നതേയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെ ഈ പ്രചാരണ സമിതി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിലേക്ക് തിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹിയിൽ വെച്ച് അവസാനവട്ട ഒരു ചർച്ച കൂടി നടക്കും. അവിടെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ യോഗം ഒരുപക്ഷെ ഡൽഹിയിൽ വെച്ചുകൂടി ചേർന്നേക്കും. അതിനുശേഷമായിരിക്കും ഈ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് അന്തിമമായ ഒരു ചിത്രം തെളിയുക. എന്തായാലും വരുന്ന ഒരാഴ്ചക്കകത്ത് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചേക്കാമെന്ന വിലയിരുത്തലാണ് ഈ ചർച്ചകളുടെ ആക്കം കൂടിയിരിക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടമായി ഒരു 50 പേരുടെ ലിസ്റ്റ്, 45-50 പേരുടെ ലിസ്റ്റ് എന്നൊക്കെ ആയിരുന്നല്ലോ ഡാൻ ഒരു കണക്ക് വന്നിരുന്നത്. ഇത് പൂർണ്ണമായും ഒരു ധാരണയിലെത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാണോ? സിറ്റിംഗ് MLA-മാരുടെ കാര്യത്തിൽ പ്രശ്നമില്ല, ചില തർക്കമില്ലാത്ത മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പ്രഖ്യാപിക്കാം. പക്ഷേ തർക്കമുള്ള മണ്ഡലങ്ങളുണ്ട്, തീരുമാനിക്കാനുള്ള മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരു ധാരണയായിട്ടുണ്ടോ? ഈ 2-3 പേരുകൾ പോയ ലിസ്റ്റിലുള്ള ആളുകളുണ്ട്. അതൊക്കെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് തീരുമാനത്തിലേക്ക് വരണമല്ലോ. ആദ്യഘട്ടത്തിൽ 40 മുതൽ 45 വരെ സ്ഥാനാർത്ഥികളുടെ പട്ടികയായിരിക്കും പ്രഖ്യാപിക്കുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതിൽ തന്നെ 20 സിറ്റിംഗ് MLA-മാർ കാണും. തൃപ്പൂണിത്തറയും പാലക്കാടും ഒഴിച്ചു നിർത്തിക്കൊണ്ട് ബാക്കി 20 സിറ്റിംഗ് MLA-മാരെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കും. അതോടൊപ്പം ശേഷിക്കുന്ന വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെ കാര്യവും അതോടൊപ്പം സംവരണ സീറ്റുകളുടെ കാര്യവും അതോടൊപ്പം തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്ന മണ്ഡലങ്ങളുടെ കാര്യത്തിലുമായിരിക്കും ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യത. അങ്ങനെയെങ്കിൽ തർക്കം നിലനിൽക്കുന്ന പ്രത്യേകിച്ച് 2-3 പേരുകളൊക്കെ നിലനിൽക്കുന്ന പല മണ്ഡലങ്ങളുണ്ട്. ഒരേ സമയം അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന നേതാക്കളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തി ഒരു സമവായത്തിന്റെ ഒരു ഫോർമുല രൂപപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഒറ്റ പേരിലേക്ക് എത്തുകയുള്ളൂ. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇനിയും നടക്കേണ്ടതുണ്ട്. എന്തായാലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ തന്നെ പുറത്തു വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അത് ഏതാണ്ട് 40 മുതൽ 45 വരെ സ്ഥാനാർത്ഥികളായിരിക്കും ആദ്യഘട്ടത്തിൽ ഇടം പിടിക്കുക. അത് സംബന്ധിച്ച അനൌദ്യോഗികമായ സൂചനകൾ സ്ഥാനാർത്ഥികളാകുന്ന ഈ നേതാക്കൾക്ക്, ഈ സിറ്റിംഗ് MLA-മാർ ഒഴികെയുള്ളവർക്കും അനൌദ്യോഗികമായ ചില സൂചനകൾ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.